ഹായ് ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. നോക്കിയേ, നമ്മൾ പല പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന്റെ വെബിനാർ നടത്തിയിരുന്നു. സോ അതിലൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാവേ. നോക്കി ഈ കാണുന്ന പോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കി അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി സാധാരണ കേരള PSC എല്ലാ നോട്ടിഫിക്കേഷനും വരുമ്പോഴത്തേക്ക് ആദ്യം വരിക ഇതുപോലെ വെബ് പേജസിലായിരിക്കും ആദ്യം വരിക കേട്ടോ. അതിനുശേഷം ഇതിനൊരു 2 to 3 ഡേയ്സിൽ കേരള PSC തന്നെ ഫേസ്ബുക്ക് പേജിൽ വരും. അതിനുശേഷമാണ് നമുക്ക് കേരള PSC വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് വരിക കേട്ടോ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാവേ. ഓക്കെ, ഇതിപ്പോ ഇന്നത്തെ ദിവസം, അതായത് ഡിസംബർ മാസം 22-ാം തീയതി വന്നിരിക്കുന്ന ഒരു വെബ് പേപ്പറിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. വേഗം പോന്നുള്ളൂ. നിരവധി അവസരങ്ങൾ, 171 തസ്തികകളിൽ PSC വിജ്ഞാപനം. അപ്പൊ നമുക്ക് ഇതിലെ നോക്കിയ മൂന്നാമത്തെ ഈ ഒരു ലൈൻ നോക്കിയ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് പാർട്ട് 1-2 നേരിട്ടും തസ്തിക മാറ്റവും മുഖേനയും. നോക്കിയേ, ഇവിടെ പറയുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ DME അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അതായത് നമ്മൾ പല പ്രാവശ്യം വെബിനാറിൽ പറഞ്ഞിരുന്നു, ഡിസംബർ മാസം 2025 ഡിസംബർ മാസം അവസാനത്തോടു കൂടി മിക്കവാറും നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം 6 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ 2025 എൻഡോടുകൂടി ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനത്തോടു കൂടിയാണ്, അതായത് 2025 അവസാനത്തോടു കൂടിയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ വർഷം ഡിസംബറോട് പ്രതീക്ഷിക്കുകയാണ്. അത് ഏകദേശം സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പല സോഴ്സിൽ നിന്നും അന്വേഷിച്ചിട്ടുള്ള വിവരങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി പങ്കുവയ്ക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതിന്റെ ഗസറ്റ് തീയതി പറയുന്നത് 31/12/2025 കേട്ടോ. ഈ വരുന്ന ഡിസംബർ മാസം 31 ഇതിന്റെ ഗസറ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി മാസം 4-ാം തീയതി കേട്ടോ. 4 ഫെബ്രുവരി 2026 ആപ്ലിക്കേഷൻ വിളിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ 2026 ജനുവരി 1 ലക്കം പ്രസിദ്ധീകരിക്കുന്ന PSC ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി അടുത്ത അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള നമ്മുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം PSC തന്നെ തീരുമാനം വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിൽ നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇനി പലരുടെയും ചോദ്യം ഇതിനു വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അതായത് പലരും ഒക്കെ ഉണ്ടാവും അല്ലെ, ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഒക്കെ പ്രിപ്പയർ ചെയ്ത കുറെ കുട്ടികളൊക്കെ ഉണ്ടാവും. അതായത് പലയിടത്തൊക്കെ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങിയ പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ ജസ്റ്റ് ഒരു മെല്ലപ്പോക്ക് നയമായിരിക്കും. കാരണം വളരെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ, പതിയെ പഠിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ന് പഠിച്ചു തുടങ്ങി എന്നുള്ളതിലല്ല, എത്രത്തോളം ക്ലാരിറ്റിയോടുകൂടി എത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകം കേട്ടോ. അതായത് നമ്മൾ നേരത്തെ തുടങ്ങുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങണം. ഇൻ കേസ് നിങ്ങൾക്ക് നേരത്തെ തുടങ്ങാൻ പറ്റിയില്ല എങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതായത് വളരെ സിസ്റ്റമാറ്റിക്, നമുക്കൊരു കൃത്യമായ ഒരു പ്ലാനോട് കൂടി നമ്മൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പം അതിന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നന്നായിട്ട് പഠിക്കുക, വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, ഫ്രീക്വന്റ് ആയിട്ട് പീരിയോഡിക് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മളെ എജുസ് അക്കാഡമിയുടെ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത കൂടി ഞാൻ ഒന്ന് പറഞ്ഞു പോക്കോട്ടെ. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. സോ ഒന്നാമത്തെ കാര്യം നോക്കിയേ, ഇൻഡെപ്ത് തിയറി ക്ലാസ്സസ് കേട്ടോ. അതായത് വളരെ ഡെപ്തിലുള്ള തിയറി ക്ലാസ്സുകൾ ഉണ്ടാകും. അതായത് നമ്മുടെ ഓൾറെഡി അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അറിയാം അല്ലെ, വളരെ ഡെപ്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അതുകൂടാതെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ PPT നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരു 30 to 40 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഷോർട്ട് ഷോർട്സ് ഉണ്ടാകും, പ്രാക്ടീസ് എക്സാം ഉണ്ടാകും, കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അതുകൂടാതെ നമ്മൾ പീരിയോഡിക് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് റിവിഷനും നൽകുന്നുണ്ട്. സോ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ ക്ലാസ്സുകൾ നൽകുക. സോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളവർ കൃത്യമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ എഴുതാനും ടോപ്പ് റാങ്ക് മേടിക്കാനും നിങ്ങൾക്ക് ഒരു ഗസറ്റഡ് പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനും കഴിയും കേട്ടോ. അപ്പോൾ വളരെ നന്നായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾ പഠിച്ചോളൂ. നിങ്ങളുടെ പുതിയ ബാച്ച് ഞങ്ങൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന ഡ്രീം ജോബ് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള എല്ലാ അവസരവും വന്നിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.